ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മുടെ തിയേറ്ററുകളെ ഇളക്കി മറിച്ചിരിക്കുകയാണല്ലോ രാവണപ്രഭു എന്ന സിനിമയുടെ 4K റീ റിലീസ്. ലാലേട്ടൻ ഡബിൾ റോളിലെത്തിയ രാവണപ്രഭു ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 3 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഈ വീഡിയോയിലൂടെ രാവണപ്രഭു ഇതിനോടകം തന്നെ മറികടന്ന മലയാളത്തിലെ മറ്റ് റീ റിലീസ് സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഇതുവരെ റീ റിലീസ് ചെയ്ത സകല സിനിമകളുടെയും ആകെ ഫൈനൽ റീ റിലീസ് കളക്ഷൻ ഇപ്പോഴത്തെ രാവണപ്രഭു 2 ദിവസങ്ങൾ കൊണ്ട് തൂക്കിയെറിഞ്ഞിരിക്കുകയാണ്. 1,80,00,000 രൂപയായിരുന്നു 2 ദിവസത്തെ രാവണപ്രഭുവിന്റെ റീ റിലീസ് കളക്ഷൻ. ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ആയിരങ്ങളിലും ലക്ഷങ്ങളിലും കളക്ഷൻ ഉണ്ടായിരുന്ന മമ്മൂട്ടിയുടെ 3 റീ റിലീസ് സിനിമകൾ, അതായത് പാലേരി മാണിക്യം, വെള്ളിയേട്ടൻ, ആവനാഴി എന്നീ സിനിമകളുടെ റീ റിലീസ് കളക്ഷൻ മറികടന്നിരുന്നു. ശേഷം മലയാളത്തിന്റെ ബാഹുബലി എന്ന ടാഗ് ലൈനോടെ റിലീസായ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ 2 ദിവസത്തെ രാവണപ്രഭു റീ റിലീസ് കളക്ഷനോടെ മറികടന്നിരിക്കുകയാണ്. അങ്ങനെ ലാലേട്ടന്റെ ആ ഒരു പവർ എന്താണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി മമ്മൂട്ടിയുടെ റീ റിലീസ് സിനിമകൾ അറിഞ്ഞിരിക്കുന്നു. ലാലേട്ടന്റെ 5ാമത്തെ റീ റിലീസ് ഹിറ്റാണ് രാവണപ്രഭു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ 4 റീ റിലീസ് സിനിമകൾ പരാജയപ്പെട്ടെങ്കിൽ പോലും പിന്നെയും ഒരു റീ റിലീസ് സിനിമയും കൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരുന്നതാണ്. അത് സാമ്രാജ്യം എന്ന സിനിമയുടെ റീ റിലീസ് ആണ്. അലക്സാണ്ടറിനെ വലിയ രീതിയിൽ വാനോളം പ്രശംസിക്കുന്ന സോഷ്യൽ മീഡിയ കാണാറുണ്ട്. എന്നാൽ റീ റിലീസിനോട് അടുക്കുമ്പോൾ സിനിമയ്ക്ക് ഒരു ഡിമാൻഡും ഇല്ലാതെയായി പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ട്രെയിലർ പോലും റിലീസായിട്ടും സിനിമ എന്ന് റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. പോസ്റ്ററുകൾ പോലും തിയേറ്ററുകളിൽ ഒട്ടിച്ച സിനിമയുടെ റീ റിലീസ് ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള അൺഒഫീഷ്യൽ റൂമേഴ്സും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒന്നും സാമ്രാജ്യം എന്ന സിനിമയുടെ റീ റിലീസ് ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.